ഗൈസ്, പബ്ജി ഗെയിമറായ ഈ സായിപ്പ് ബ്രോ നെയ്മറിനെതിരായിട്ട് നെയ്മറിനെ അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? എന്നിങ്ങനെ പറഞ്ഞ് നെയ്മറിനെ അങ്ങ് പൊക്കിയടിച്ച് സായിപ്പ് ബ്രോയ്ക്ക് ഹേറ്റ് സ്പ്രെഡാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല ഇത്. എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ പുള്ളിയെ ലൈവിന് ഇടയ്ക്ക് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ ക്ലിപ്പ് കണ്ടിട്ടാവാൻ ബാക്കി. നെയ്മർ ആദ്യത്തെ വാമപ്പിൽ ഇറങ്ങും, കാല് തെന്നിത്ത മറ്റേ വാമപ്പിൽ ഓടാൻ നേരത്തെ ഉളുക്കി താഴെ വരും, കാലൊടിഞ്ഞ് കയറി പോകും. മനസ്സിലായ? അതാണ് നടക്കാൻ വേണ്ടി പോണത്. മനസ്സിലായ? ഊമ്പരുത്. ഇവിടെ ക്രിസ്ത്യാനൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഉള്ളത് കേട്ടാ. നെയ്മറിനെ ഉണ്ടാക്കാൻ നീ വരരുത്, നീ ചെല്ലുന്നു. ഗൈസ്, ഇത് പുള്ളിയെ അറിയാവുന്നവർക്ക് അറിയാം, പുള്ളി കടുത്ത ഒരു റൊണാൾഡോ ആരാധകനാണ്. എന്നിരുന്നാലും പുള്ളിക്ക് നെയ്മറിനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ പുള്ളിയുടെ ലൈവ് കാണുന്ന ഒരാളാണ് ഞാൻ എന്ന രീതിക്ക് പുള്ളി ലൈവ് ഗെയിമിംഗിൽ ഇടയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷാ രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്കും അതുപോലെ തന്നെ പുള്ളിയെ മാറടാ ഓടടാ എന്നുള്ള രീതിക്ക് തന്നെ നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള പുള്ളിയുടെ ആ ലൈവ് ചാറ്റിന് ഇടയ്ക്കൂടെ ആരെയും ഒക്കെ ഇതുപോലെ കമന്റ് ഇടുമ്പോ അത് കേട്ടാണ് പുള്ളി പെട്ടെന്ന് ശുഭിതനായിട്ട് അങ്ങനെ ഭീകരനായിട്ട് മാറാറുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ദിവസത്തിന് മുന്നേ ഉള്ള ലൈവിനിടയിലായിട്ട് ഏതോ ഒരു പയ്യനാണെങ്കിൽ അടുത്ത 2026 വേൾഡ് കപ്പ് നെയ്മർ പൊക്കും എന്നുള്ള രീതിക്കുള്ള ആ കമന്റ് ഇട്ടപ്പോഴും ഇത് കണ്ടിട്ട് ഒരു ക്രിസ്ത്യാനോ ഫാൻ എന്നുള്ള നിലയ്ക്ക് പുള്ളി അങ്ങനെ ഒരു വാചകങ്ങൾ നെയ്മറിനെതിരായിട്ട് പറഞ്ഞു പോയത്. അതിനുശേഷം പുള്ളിയുടെ ഇന്നലത്തെ ലൈവിന്റെ തുടക്കത്തിലെ തന്നെ പുള്ളി ഒരു സർക്കാസത്തിന്റെ പുറത്താണ് നെയ്മറിനെ അങ്ങനെ പറയുക ഉണ്ടായതെന്ന് സായിപ്പ് ബ്രോ എന്നെ പറയുക ഉണ്ടായിരുന്നു. ശരിയായിരിക്കാം, സായിപ്പ് ബ്രോ ഒന്ന് ജസ്റ്റ് ചിൽ മൂഡിൽ ആ ഒരു 20 സെക്കൻഡിൽ നെയ്മറിനെ ഒന്ന് കളിയാക്കിയതായിരിക്കാം. അതിന് ഞാനും അതായത് ചീത്ത വിളിക്കാൻ പാകത്തിന് ഒരു ബാധ്യസ്ഥനുമല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് നെയ്മറിനെ സ്നേഹിക്കുന്ന എന്നെ പോലെ കുറച്ച് ഒരുപറ്റ ആളുകളുണ്ട്, പുള്ളി ഐഡളായിട്ട് കണക്കാക്കുന്ന കുറച്ച് പേര്. അപ്പൊ അവർക്കൊന്നും തന്നെ ഇത് കോമഡി ആയിട്ടുള്ള രീതിക്ക് അങ്ങനെ അക്സെപ്റ്റ് ആക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. നല്ല രീതിക്കാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ പലർക്കും ഹർട്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് നെയ്മറിന്റെ ഈ പരിക്കിനെ ഈ സർക്കാസം രീതിക്ക് കാണുന്ന പലരും ഉണ്ടായിരിക്കും. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് തന്നെ, കാരണം ഇത്ര അധികം ഇഞ്ചുറീസിന് വിധേയനാകേണ്ടി വന്നിട്ടും ടീമിന്റെ പുറത്ത് പലതവണ ഇപ്പോഴത്തെ പുള്ളി കളിക്കുന്ന ഈ സാന്റോസിന് വേണ്ടിയിട്ടായാലും 2 തവണ പരിക്കിന് വിധേയനായിട്ട് 2 മാസം പുള്ളി കളിക്കും, വീണ്ടും റെസ്റ്റ് എടുത്ത് വരുന്ന അവർ ഒരാഴ്ച 2 മാച്ച് ആയിരിക്കും പുള്ളിക്ക് കളിക്കാൻ സാധിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പരിക്ക് പുള്ളിക്ക് ബാധിക്കുകയാണ്. പുള്ളി എത്ര തന്നെ മനസ്സ് വിചാരിച്ചാലും പുള്ളിയുടെ ആ ഒരു ഫിസിക് അതിന് പുള്ളി അനുവദിക്കുന്നില്ല. പരിക്കിൽ മൂടപ്പെട്ട് പുള്ളിയുടെ കരിയർ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അത് സത്യം തന്നെയാണ്. എന്നാലും പുള്ളി ആ 2026 ആ ഒരു വേൾഡ് കപ്പ് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ബ്രസീൽ നാഷണൽ ടീമിനായിട്ട് തന്റെ 100% എഫേർട്ടും പുറത്തെടുത്തുകൊണ്ട് ആ ഒരു പ്രകടനത്തിനെ തന്നെ 6ാമത് ഒരു വേൾഡ് കപ്പ് ബ്രസീൽ നാഷണൽ ടീമിന് കൊടുക്കാൻ സാധിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഇപ്പോഴും പുള്ളിയുടെ കരിയർ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. വേറെ ആർക്കും തന്നെ സാധിക്കില്ല. ഈ നെയ്മറിന്റെ അവസ്ഥ വേറെ ഏതൊരു താരത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നാലും ഫുട്ബോൾ കരിയർ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. ആ ഒരു മനക്കരുത്ത് തന്നെ അവർക്ക് കിട്ടില്ല. അങ്ങനെ ചുമ്മാതൊന്നും നെയ്മറിനെ അങ്ങനെ പൊക്കി അടിച്ച് പറയുന്നതൊന്നും അല്ല. നെയ്മറിന്റെ വർഷങ്ങളായിട്ടുള്ള പ്രകടനത്തിന്റെ ആ കൺകണ്ട വെളിച്ചത്തിൽ തന്നെയാണ് നെയ്മറിനെ ഇങ്ങനെ വാഴ്ത്തി പാടേണ്ടി വരുന്നതെങ്കിൽ പുള്ളിക്ക് അമ്മാതിരി ഒരു കഴിഞ്ഞ കാലം ഉണ്ടാകുമല്ലോ. അപ്പൊ ആ കഴിഞ്ഞ കാലത്തിലെ ആ ഒരു കളികൾ കാണാത്ത ഒരാൾക്കും തന്നെ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ സർക്കാസം ചെയ്ത് പറയേണ്ട ആ ഒരു അവസ്ഥ വരത്തില്ല. പിന്നെ സായിപ്പ് ബ്രോ പറഞ്ഞതുപോലെ തന്നെ 2026 വേൾഡ് കപ്പ് നെയ്മർ ബ്രസീലിനായിട്ട് നേടിക്കൊടുക്കുന്ന ആ ഒരു സ്വപ്നമൊന്നും 90% ഇപ്പോഴേ ഞാനായാലും മുന്നിൽ കാണുന്നില്ല. കാരണം അതിന് വില്ലനായിട്ട് പുള്ളിയുടെ ഈ പരിക്ക് തന്നെയാണ് പുള്ളിക്ക് വില്ലനായിട്ട് നിൽക്കുന്നത്. പക്ഷേ പകരം 2026 വേൾഡ് കപ്പില് പുള്ളി ബ്രസീലിന്റെ ഒരു മഞ്ഞ കുപ്പായത്തിൽ പുള്ളിയെ കാണണം എന്നൊരു ആഗ്രഹമാണ് ഇപ്പോ വലുതായിട്ട് തന്നെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോ തന്നെ സായിപ്പ് ബ്രോ ഇങ്ങനെ വാമപ്പിനായിട്ട് നെയ്മർ ഇറങ്ങുമ്പോ തന്നെ കാലൊടിഞ്ഞ് മടങ്ങി പോകുന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഓരോ പരിക്ക് കാണുമ്പോഴും അങ്ങേരുടെ സങ്കടം, നെയ്മറിന്റെ സങ്കടം നെയ്മർക്ക് തന്നെ അറിയാം. അത് കാണുന്ന നമുക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ നെഞ്ച് പൊട്ടിപ്പോണ ആ ഒരു ഫീലാണ് അങ്ങനെ നെയ്മറിന്റെ കരച്ചിൽ കാണുമ്പോൾ. പിന്നെ നെയ്മറിന്റെ ഈ ഒരു പരിക്കും കാര്യങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യലാണ്. പുള്ളിയുടെ കണ്ണുനീരായാലും വെറും പൂങ്കണ്ണുനീരാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരും കാണും. ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. പക്ഷെ നെയ്മറിനെ കുറിച്ച് അറിയാന്നുള്ളവര്, നെയ്മർ എന്താണെന്നും നെയ്മറിന്റെ ആ ഒരു സ്കില്ലും കാര്യങ്ങളും ഒക്കെ എന്താണെന്നും പെർഫെക്റ്റ് ആയിട്ട് അറിയാന്നുള്ളവർ ആരും തന്നെ ഇങ്ങനെ ഒരു സർക്കാസത്തിന് മുതിരില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എന്തായാലും ഉണ്ട്. പിന്നെ സായിപ്പ് ബ്രോയോട് ഒരു തരത്തിലുള്ള വിദ്വേഷം ഒന്നുമില്ല. ഈ വീഡിയോയിൽ ആ തരത്തിൽ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോ അപ്പോൾ നിർത്തിയാണ്. അപ്പോൾ പിന്നെ ബൈ.